ഈ അപ്പുവിൻ്റെ ഒരു യാത്രയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. എപ്പോഴും എവിടെയെങ്കിലും ഒരു ഫോട്ടോ അപ്പു ഇട്ടാലിട്ടു, അല്ല അപ്പു ഇടുന്നതല്ല, ആരെങ്കിലും എവിടെയും വെച്ച് കണ്ടൊരു ഫോട്ടോ അപ്പുവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു. അപ്പു സിനിമയുടെ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കണം. ഇപ്പം ഈ സിനിമയിലേക്ക് വന്നു, അപ്പു പറയാറുണ്ടോ? ആക്ച്വലി അവൻ വന്നിട്ട് ആദ്യമൊക്കെ ചെയ്യാൻ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈ ഡോണ്ട് യു ട്രൈ. എന്താ വെച്ചാൽ അവൻ വന്നിട്ട് ഫിലോസഫിയാണ് പഠിച്ചത്. ഓസ്ട്രേലിയ പോയി ഫിലോസഫി പഠിച്ചിട്ട് വന്നു. ഒന്നെങ്കിൽ യു ഹാവ് ടു ഡു, ഇപ്പോൾ BA ആണ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഫെർദർ പഠിച്ചിട്ട് ഒരു ടീച്ചർ അങ്ങനെ നീ ആവാണെങ്കിൽ ഓക്കെ. ഇത് അതും ചെയ്യുന്നില്ല, ഫിലോസഫി പഠിച്ചിട്ട് വന്ന്. അപ്പോൾ വാട്ട് പ്രൊഫഷൻ വിൽ യു ടേക്ക്? അപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഫാമിലി ആണെങ്കിൽ ഇറ്റ്സ് നാച്ചുറൽ. അവർ വന്നിട്ട് പറയും, ഐ മീൻ എല്ലാ ഫാമിലിയിലും ആവണമെന്നില്ല, പക്ഷെ ഞാൻ കണ്ട കുറേ ഫാമിലി, ഇപ്പോൾ ഡോക്ടേഴ്സ് പേരൻസ് ആണെങ്കിൽ പിള്ളേരും ഏതെങ്കിലും ഒരു കുട്ടി ആ പ്രൊഫഷൻ ഫോളോ ചെയ്യും. എൻജിനീയേഴ്സിൻ്റെ അങ്ങനെ ഒരു ഇതാണല്ലോ. അപ്പം ഞാൻ വളർന്നത് ഒരു ഫിലിം ഫാമിലിയിൽ. എൻ്റെ ഫാദർ പ്രൊഡ്യൂസറായിരുന്നു, ഞാൻ കല്യാണം കഴിച്ചത്, എൻ്റെ ബ്രദറും ഫിലിം ഇൻഡസ്ട്രി. അപ്പം നമുക്ക് അതാണ് നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, അതാണ്. അപ്പോൾ ഐ കാൻ സേ നീ വന്നിട്ട് ഡോക്ടറാവും, നീ മറ്റേതാവും. എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഒരു കുട്ടി എങ്ങനെ ഡോക്ടർ ആവണം എന്ന്. പക്ഷെ രണ്ടുപേരും ആ ഒരു ഇതിൽ ഇൻക്ലൈൻഡ് അല്ലായിരുന്നു. അപ്പോൾ വി കാൺ ഫോഴ്സ് ദംല്ലേ. അപ്പോൾ ഇതിലും നമ്മൾ ഫോഴ്സ് ചെയ്തില്ല, സിനിമ ചെയ്തേ പറ്റൂ എന്നൊന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല. വി ക്യാൻ ഗൈഡ് ദം. അപ്പോൾ നമുക്കറിയുന്ന ഒരു ഗൈഡൻസ് ഇതാണ്, ഈ ഇൻഡസ്ട്രി ഈസ് വാട്ട് ഈസ് ഗിവിങ് അസ് ആ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പം ഇതിലോട്ട് വൈ ഡോണ്ട് യു ട്രൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹി ഡിഡ് ആദി. അത് കഴിഞ്ഞിട്ട് 2-3 സിനിമ. ഇപ്പോൾ എല്ലാ സിനിമയും നന്നായി പോകണം എന്നൊന്നും, തീർച്ചയായിട്ടും. അപ്പോൾ ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ ഇപ്പോൾ എല്ലാവരും വന്ന് ചേട്ടൻ്റെ കൂടെ കമ്പയർ ചെയ്യും, വിച്ച് ഐ ഡോണ്ട് തിങ്ക് ഇസ് ഫെയർ അല്ലേ. ഇപ്പോൾ ചേട്ടനും ഫസ്റ്റ് പടത്തിൽ വന്നിട്ട് ഓഫ് കോഴ്സ് ചേട്ടൻ വാസ് ഒരു വില്ലനായിട്ടാണ് ചെയ്തത്, ബട്ട് ഹി വാസ് വെരി കൺവിൻസിങ്. ഞാൻ ഉൾപ്പെടെ ആർക്കും ഇഷ്ടമില്ല, വി ഹേറ്റഡ് ഹിം ബിക്കോസ് അത്രയും നന്നായി ചെയ്തു. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ, ഒരിക്കലും ഇല്ല. കുട്ടികൾ വന്നിട്ട് നടക്കാൻ പഠിക്കണതെന്ന് വീണിട്ടാണ്. സോ അത്രേ ഉള്ളൂ. അതിനുശേഷമാണ് ഹൃദയം സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നത്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഈ ഹൃദയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്യാപ്പെടുത്ത് ഈ ഒരു കൂട്ടുകെട്ടോ വിനീതുമായിട്ട് വിശാഖുമായിട്ട്, ആ ഒരു കൂട്ടുകെട്ട് എപ്പോഴും സേഫാണ് എന്ന് തോന്നിയിട്ടില്ലേ? ആണ്. പിന്നെ കംഫർട്ട് ലെവലുണ്ട്. ബിക്കോസ് ഇത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഈ കരിയർ. അപ്പോൾ ഇപ്പോൾ വിശാഖൊക്കെ ഞാൻ വന്നിട്ട് കല്യാണം കഴിച്ചത് പറഞ്ഞാൽ, ഞാൻ ചേട്ടനെ ആദ്യം കാണുന്നത് വിശാഖിൻ്റെ പേരൻസിൻ്റെ കല്യാണത്തിലാണ്. അപ്പോൾ എനിക്ക് വിശാഖൊക്കെ ജനിക്കുമ്പോൾ വരുന്ന എനിക്കറിയാം. ആൻഡ് വിശാഖ് വന്നു വിനീതായിട്ട് മീനിങ്ങനെ കഥ ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പൂനും ഇഷ്ടമായി. പിന്നെ അപ്പോൾ ഇരുന്ന് വിനീത്, അല്ലെങ്കിൽ വിനീതിനൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, വിമല ചേച്ചിയായിട്ടൊക്കെ സംസാരിക്കും. വിനീതൊക്കെ അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അപ്പം അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ അപ്പൂവും മായും രണ്ടുപേരും ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് തിരിച്ചു വരുമ്പം അമ്മു പ്രിയൻ്റെ ലിസീൻ്റെ പിള്ളേരായിട്ട് ഭയങ്കര നമ്മളൊക്കെ ഒരു ഫാമിലി പോലെ. പക്ഷേ ഇവരിനെ അങ്ങനെ കാണാനൊന്നും വി നെവർ യൂസ് ടു മീറ്റ്. അപ്പോൾ വിനീതിനൊക്കെ ആദ്യമായിട്ട് അപ്പോഴാണ് മീറ്റ് ചെയ്യണ അപ്പു. പക്ഷെ വിനീത് സച്ച് എ വാം പേഴ്സൺ. അങ്ങനെ ആദ്യമായിട്ട് മീറ്റ് പറഞ്ഞാൽ രണ്ടുപേരും ക്വയറ്റാണ്. അപ്പും ക്വയറ്റാണ്, വിനീതും ക്വയറ്റാണ്. പക്ഷെ പിന്നെ അടുത്തപ്പം പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. പിള്ളേർ വരും വീട്ടിൽ, വിനീതിൻ്റെ വൈഫ് പിള്ളേരൊക്കെ വീട്ടിൽ വരും. സോ ഇറ്റ്സ് ഇപ്പം ഭയങ്കര കംഫർട്ട് സോൺ, ഭയങ്കര ഒരു നല്ലൊരു സ്പേസിലാണ്. ധ്യാനം കാണുന്നത് ഈ തവണയാണ് ഈ ഷൂട്ടിൽ വെച്ചിട്ടാണ് കാണുന്നത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ വിനീതിനൊരു സംശയം, അപ്പുവും ധ്യാനും എങ്ങനെയാകും? ഒറ്റ വരവിൽ തന്നെ സിങ്കായി എന്നാണ് പറയുന്നത്. അത് വലിയൊരു സിങ്കിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ധ്യാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ സിങ്കാവുമെന്ന് എനിക്കൊരു ആലോചന ഉണ്ട്, പക്ഷെ ഞങ്ങൾ സിങ്കായതുപോലെ വേറെ ആരും സിങ്കായിട്ടില്ലാതെ പറഞ്ഞു. ഇപ്പൊ ഈ സിനിമയുടെ കഥ പറഞ്ഞിരുന്നല്ലോ, ഈ സിനിമയുടെ കഥ ചേച്ചിയും കേട്ടിരുന്നു, അപ്പുവും കേട്ടിരുന്നു. അപ്പോൾ എന്നോട് വിനീത് പറഞ്ഞത്, കഥ പറഞ്ഞ ഉടൻ തന്നെ അപ്പോൾ പറഞ്ഞു എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. എനിക്ക് കഥ മൊത്തം കണ്ടു, ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്നലെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം, എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പം പല സ്ഥലങ്ങളിലും ലാലേട്ടനെ എനിക്ക് ഫീൽ ചെയ്തു.
പല സ്ഥലങ്ങളിൽ എനിക്കില്ല. എനിക്ക് ഏറ്റവും ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റ്, ഗസൽ പോലെ പാടുമ്പോൾ ആ കാലിലെ വിരലിട്ട് അനക്കുന്നത്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട്. അത് ഞാൻ പറഞ്ഞ കറക്റ്റാണോ ചേച്ചി? ആണ്. മോർ ബിക്കോസ് നമ്മൾ എപ്പോഴും പറയും അപ്പുവിൻ്റെ കാൽ വിരലൊക്കെ ടോസൊക്കെ ചേട്ടൻ്റെ പോലെയാണ് അവൻ്റെ കാലിൽ. നമ്മളെപ്പോഴും വീട്ടിൽ പറയും. അതുപോലെ രണ്ടുപേരും ഐലാഷസ് ഒന്ന് ചേട്ടൻ്റെ പോലെയാണ്. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അപ്പം ആൻഡ് ഈ മൂന്നെന്ന് പറഞ്ഞാൽ പിള്ളേരും ചേട്ടനും 3 പേരും ഭയങ്കര മ്യൂസിക്കിലോട്ട് ഭയങ്കര ഒരു റിതമും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം ഈ കാല് വെച്ച് താളം പിടിക്കുന്ന എല്ലാം അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്ത ഒരു സാധനമാണ്. ഇന്നലെ ഞാൻ ആ സിനിമയിൽ ഏറ്റവും നോട്ട് ചെയ്ത സാധനം അതാണ്. മറ്റൊക്കെ മുഖവും ഭാഗവും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, പക്ഷേ ഈ വിരല് അങ്ങനെ നോട്ട് ചെയ്യുന്നവർ ഉണ്ടാകില്ല. ഞാൻ ലാലേട്ടനെ കാണുന്നുള്ളതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവമാണ്. ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം ചേച്ചി എന്താണ് പറഞ്ഞത്? ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം അപ്പുവിൻ്റെ അടുത്ത് അപ്പു ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അപ്പു എങ്ങനെയാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു? കുറേ എനിക്കെന്ന കഥേൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ എന്നിട്ട് ഇപ്പം ചേട്ടന് കഥ പറയുമ്പോഴൊക്കെ ഞാൻ കൂടെ ഇരിക്കാറൊന്നും ഇല്ല. അപ്പം എനിക്ക് അങ്ങനെ ജഡ്ജ്മെൻറ്റ് എനിക്ക് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അപ്പവും ഇപ്പോഴാണ് ആദ്യമായിട്ട് കഥ കേട്ട് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഈ കഥ കേട്ടപ്പോൾ നമുക്ക് 2 പേർക്കും ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ്. ലാലേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടൻ പടം കണ്ടിട്ടില്ല അല്ലെ? കഥ കേട്ടപ്പം അപ്പൂൻ്റെ അടുത്ത് അല്ല, ചേട്ടനും ഇഷ്ടമായി. പിന്നെ അപ്പൂൻ്റെ ഡിസിഷനാണ് ഫൈനൽ ഡിസിഷൻ. അല്ല, എൻ്റെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു യാത്ര, അദ്ദേഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു യാത്രയാണ്. ഞാൻ അവൻ ഇവൻ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ യാത്ര. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിക്ക് ലാലേട്ടൻ പറയും. പക്ഷെ എപ്പോഴും ലാലേട്ടൻ അപ്പുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു ഡയലോഗ് പറയുള്ളൂ. കൂടുതൽ എനിക്ക് ആദ്യമായിട്ട് ചേച്ചിയാണ് ഇത്ര വിശദീകരിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിശദീകരിച്ചൊന്നുമില്ല. അത് ആ റൂട്ടിലാണ് യാത്ര. നമ്മൾ എങ്ങനെയാണ് നിർബന്ധിക്കുക ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്? എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഡയലോഗ് ഇഷ്ടപ്പെട്ട ചേച്ചിക്ക് ഉൾക്കൊണ്ട് പ്രണവനെ കാണാൻ പറയണല്ലോ, ഒരു സിനിമയില്ല മലേഷ്യക്ക് പോകും എന്ന് പറഞ്ഞ ആ ഡയലോഗ്, അത് ശരിക്കും കുറെ സാധനങ്ങൾ എഴുതി വെച്ച് പറയുന്നത് പോലെ തോന്നിയിട്ടില്ലേ? ഏത് ഹിമാലയത്തിൽ പോണ കഥ ഇവനെ വെച്ച് തന്നെയാ പറഞ്ഞ വിനീത്. അത് അങ്ങനെ എഴുതിയത് ഇവനെ വെച്ച് തന്നെ. അപ്പൊ അത് കൃത്യമായിട്ട് അപ്പു അത് കേട്ട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് അപ്പുവിനെ വെച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട് വിനീത്. അത് എങ്ങനെയാണ് ചേച്ചിക്ക് കൊണ്ട്? പല ആൾക്കാരും നിവിന്റെ ആണെങ്കിൽ നമ്മൾ പറയണമല്ലോ. അത് വിനീത് വന്ന് എഴുതുമ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞു, വിനീത് എഴുതുമ്പം അത് ആക്ച്വലി ഒരു ആ കോണ്ടെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഓരോ ക്യാരക്ടറിൻ്റെ ഇത് വെച്ച് അങ്ങനെ എഴുതുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതെ. ഈ എനിക്ക് തോന്നുന്നത് പല കുട്ടികളും ഈ പ്രായത്തിലൊക്കെ വണ്ടികളോടൊക്കെ വല്ല പ്രിയമായിരിക്കും. അത്തരമൊരു പ്രിയമേ ഇല്ല അപ്പൂന്. അത് ലാലേട്ടനില്ല. ഞാൻ കണ്ടില്ല. ലാലേട്ടനും അങ്ങനെ. ലാലേട്ടൻ എത്രയോ നാൾ കഴിഞ്ഞിട്ട് ഒരു വണ്ടി ഇപ്പം മാറിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാനിത് പല പ്രാവശ്യം ചോദിക്കണമെന്ന് ഒരു സ്ഥാനത്തില്ല. പക്ഷേ ലാലേട്ടന് അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രിയമല്ല. മറ്റുള്ളവർക്ക് ഇവരൊന്ന് വണ്ടി മേടിച്ചതിനെ ഒന്ന് അതിൻ്റെ കയറിപ്പോകാൻ ഒന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു വണ്ടിക്കൊന്നും പ്രിയമില്ല. അതെന്താണ്? എനിക്ക് തോന്നുന്നു ചേട്ടന് വന്നിട്ട് ചേട്ടൻ അങ്ങനെ വണ്ടി ഓടിക്കാറില്ല. എപ്പോഴും ഹീസ് ഡ്രിവൻ അറൗണ്ട്. അങ്ങനെ വണ്ടി സ്വന്തമായിട്ട് ഓടിക്കാറില്ല. അപ്പോൾ ചേട്ടന് എനിക്ക് തോന്നുന്നു ഗോ ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. അത് ഏത് വണ്ടിയായാലും സാരില്ല, അങ്ങനെയാണ്. അപ്പൂനും അങ്ങനെ ക്രേസ് ഒന്നും ഇല്ല. അവന് വന്നിട്ട് ഇപ്പോഴും വീട്ടിൽ ബ്രെസ ആ വണ്ടിയാണ് യൂസ് ചെയ്യുന്നവൻ. ഇതിനു മുമ്പ് ഫോക്സ് വാഗൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് കൊടുത്തിട്ട് അവൻ വാങ്ങിച്ചത് ബ്രെസ. അപ്പോൾ അവിടെ ആരോ വന്നപ്പോൾ അവർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് അതൊന്ന് മോഡിഫൈ ചെയ്ത് അതിൻ്റെ വീൽ കപ്പ്. വേണ്ട, ഇത് മതി. അവന് പിന്നെ മാനുവൽ ഡ്രൈവാണ് ഇഷ്ടം. അപ്പോൾ ഏറ്റവും അവന് എന്താ പറയുക, മിനിമൽ ഇത് മതി പറഞ്ഞിട്ട് അവൻ അതാ വാങ്ങിച്ചാൽ അതാ ഓടിക്കുന്നത് ഇപ്പോഴും.